സ്വന്തം ജീവനും കയ്യിലേന്തി ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്യാൻ തയ്യാറെടുക്കുമ്പോഴും ഷെയ്ഖ് ഹസീന അതീവ രോഷാകുലയായിരുന്നു. പോലീസ് ഐജിയെ ചൂണ്ടിയവർ പറഞ്ഞു, നിങ്ങൾ നന്നായി ജോലി ചെയ്യുന്നുണ്ട്, എന്നാൽ എല്ലാവരും അങ്ങനെയല്ല. അടുത്തുനിന്ന 3 സൈനിക മേധാവികളോടായിരുന്നു അവരുടെ ദേഷ്യം. തൻ്റെ വസതിയായ ഗുണഭവനിലേക്ക് പ്രക്ഷോഭകാരികളായ വിദ്യാർത്ഥികൾ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ അമർച്ച ചെയ്യാൻ വിസമ്മതിച്ച സൈന്യത്തോടുള്ള കലിപ്പ് അവർ മറച്ചുവെച്ചില്ല. തൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് തിടുക്കത്തിൽ വസ്ത്രങ്ങൾ 2 പെട്ടികളിൽ തിരുകി ഒരു ഹെലികോപ്റ്ററിൽ കയറി രക്ഷപ്പെടുന്നതിന് മുമ്പുള്ള 1 മണിക്കൂർ നേരം ലോക ചരിത്രത്തിലെ ഏറ്റവും അധികം നാൾ ഭരിച്ച ഒരു വനിതാ പ്രധാനമന്ത്രി ബംഗ്ലാദേശിൻ്റെ ബീഗം ഷെയ്ഖ് ഹസീനയുടെ ജീവിതത്തിലെ ആ സംഘർഷഭരിതമായ 1 മണിക്കൂർ നേരത്തെക്കുറിച്ച് പ്രമുഖ ബംഗ്ലാദേശി പത്രമായ പ്രോദോം അലോ വിവരിച്ചത് ഇങ്ങനെയാണ്. പുറപ്പെടുന്നതിന് 45 മിനിറ്റ് മുമ്പ് വരെ പ്രക്ഷോഭകാരികളായ വിദ്യാർത്ഥികൾക്ക് നേരെ ക്രൂരമായ ബലപ്രയോഗം അഴിച്ചുവിടാൻ അവർ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ ഒപ്പമുള്ള ഉദ്യോഗസ്ഥർ ശ്രമിച്ചിട്ടും പാറ പോലെ ഷെയ്ഖ് ഹസീന നിന്നു. പക്ഷേ തൻ്റെ അച്ഛൻ മുജീബുർ റഹ്മാൻ രക്തസാക്ഷിത്വം വരിച്ച് ബംഗ്ലാദേശിൽ നിന്നും അദ്ദേഹത്തെ രാഷ്ട്രപിതാവായി കാണുന്ന അന്നാട്ടിലെ ജനങ്ങളിൽ നിന്നും അവർ അപ്പോഴേക്കും എത്രയോ അകന്നിരുന്നു. സൈനിക നേതൃത്വത്തിനെതിരായിരുന്നു അവരുടെ ദേഷ്യം മുഴുവൻ. പോലീസ് എൻ്റെ ഒപ്പമുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഫോഴ്സ് ഉപയോഗിച്ചുകൂടാ? ഈ പ്രക്ഷോഭകാരികളെ അടിച്ചമർത്തിക്കൂടാ എന്നതായിരുന്നു അവരുടെ ചോദ്യം. പ്രധാനമന്ത്രി എന്ന നിലയിൽ സൈനിക ജനറൽമാർക്ക് അവർ ചെയ്ത സഹായം ആ സമയത്ത് അവർ ഓർമ്മിപ്പിച്ചു. ഇത്രയും നാൾ ഷെയ്ഖ് ഹസീനയോടുള്ള ആ കൂറ് സൈന്യം പുലർത്തിയിരുന്നു. പക്ഷേ ഓഗസ്റ്റ് 5 കാര്യങ്ങൾ മാറിമറഞ്ഞു. 20 വർഷം ബംഗ്ലാദേശ് ചരിത്രത്തിൻ്റെ 3/1 കാലം ഭരിച്ച അവർ ഒരു കാര്യം മറന്നു: സൈന്യത്തിൻ്റെ കൂറിനും വിശ്വാസത്തിനും ഒരു പരിധിയുണ്ട് എന്നത്. ഹസീനയുടെ അധികാരക്കൊതി അവരെ നിരവധി രാഷ്ട്രീയ പ്രതിസന്ധികളിൽ അകപ്പെടുത്തിയപ്പോഴും സൈന്യം അവർക്കെതിരെ ഒരിക്കലും തിരിഞ്ഞിരുന്നില്ല. ഒരിക്കലും തിരിയില്ല എന്നതായിരുന്നു അവരുടെ ധാരണയും. ഭരണകൂടത്തെ സംരക്ഷിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്നും അവർ കരുതി. എന്നാൽ തൻ്റെ വീട്ടുപടിക്കൽ ഏതു സമയവും എത്താവുന്ന പ്രക്ഷോഭകർക്ക് നേരെ പട്ടാളം വെടിയുതിർക്കില്ല എന്ന് സൈനിക മേധാവി പറഞ്ഞപ്പോൾ തൻ്റെ സമയമെത്തി എന്നവർ അറിയേണ്ടതായിരുന്നു. തൻ്റെ പിതാവിനെയും കുടുംബത്തെയും കൊലപ്പെടുത്തിയതിൽ പങ്കുള്ള സൈന്യത്തെ തൻ്റെ വരുതിയിലാക്കാൻ കുറേ പണിപ്പെട്ടിരുന്നു ഷെയ്ഖ് ഹസീന. എന്നാൽ ജനം തൻ്റെ പ്രതിപക്ഷമായപ്പോൾ സൈന്യത്തിന് ജനത്തോടൊപ്പം നിൽക്കുക എന്നതായിരുന്നു തന്ത്രപരമായ ശരി. സൈന്യം ജനങ്ങൾക്കെതിരെ ആയുധം ഉപയോഗിക്കാൻ വിസമ്മതിച്ചപ്പോൾ ആയുധധാരികളായ സ്വന്തം പാർട്ടി പ്രവർത്തകരെയാണ് അവർ പ്രതിഷേധക്കാർക്കെതിരെ അഴിച്ചുവിട്ടത്. ധാക്കയിലെ തെരുവുകൾ അങ്ങനെ കൊലക്കളങ്ങളാക്കി മാറ്റിയത്. ഇത് ബംഗ്ലാദേശിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ രാഷ്ട്രീയ അക്രമദിനമായി തീർന്നു. ഓഗസ്റ്റ് 3 ശനിയാഴ്ച രാജി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഞായർ തിങ്കൾ ദിവസങ്ങളിലെ തെരുവിലെ തേർവാഴ്ച ഒഴിവാക്കാമായിരുന്നു. അവാമി ലീഗ് എന്ന പാർട്ടിക്ക് ഇപ്പോഴും ബംഗ്ലാദേശിൽ ഒരു രാഷ്ട്രീയ ദൗത്യത്തോടെ നിലനിൽക്കാനാകുമായിരുന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 200ഓളം പേരാണ് തെരുവ് യുദ്ധത്തിൽ ശനി ഞായർ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടത്. തൻ്റെ വസതി ഞായറാഴ്ചയോടെ പ്രതിഷേധക്കാർ വളയാൻ സാധ്യതയുണ്ട് എന്ന് ഷെയ്ഖ് ഹസീന അപ്പോഴേക്കും അറിഞ്ഞിരുന്നു. സൈന്യത്തോടൊപ്പോഴും കടുത്ത നടപടി സ്വീകരിക്കാനാണ് അവർ ആവശ്യപ്പെട്ടത്. സഹോദരി ഷെയ്ഖ് രഹനയ്ക്ക് പോലും അവരെ ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. അവസാനം അമേരിക്കയിലുള്ള മകൻ സജീബ് വസേദിൻ്റെ ഒരു ഫോൺ കോളിലാണ് കല്ലുപോലുള്ള അവരുടെ ഹൃദയം അല്പമെങ്കിലും ഉലഞ്ഞത്. അങ്ങനെ രാജിവെക്കാം എന്നവർ സമ്മതിക്കുന്നു. എന്നാൽ ഞായറാഴ്ച ഒന്നും സംഭവിച്ചില്ല. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ പഴയ ധാക്കയ്ക്കും പുതിയ ധാക്കയ്ക്കും ഇടയിലെ ഷഹബാഗ് എന്ന പ്രധാന ജംഗ്ഷനിൽ 100,000-ലധികം വിദ്യാർത്ഥികൾ തടിച്ചുകൂടി. അവർ പട്ടാളത്തിന് പൂച്ചെണ്ടുകൾ നൽകി അവരോട് സല്ലപിച്ചു. എയർപോർട്ടിലേക്ക് പോകുന്ന കാറുകൾ നിർത്തി പരിശോധിച്ചു. അതിൽ രാജ്യം വിടാൻ ശ്രമിക്കുന്ന അവാമി ലീഗ് നേതാക്കളോ മന്ത്രിമാരോ ഉണ്ടോ എന്നതായിരുന്നു അന്വേഷണം. രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ ഷെയ്ഖ് ഹസീന ആഗ്രഹിച്ചു. പ്രസംഗം റെക്കോർഡ് ചെയ്യാൻ ഉദ്യോഗസ്ഥരോട് അവർ ആവശ്യപ്പെട്ടു. എന്നാൽ ഉദ്യോഗസ്ഥർക്ക് സ്വന്തം ജീവനിൽ നല്ല പേടിയുണ്ടായിരുന്നു. ഹസീനയുടെ ഔദ്യോഗിക വസതിയായ ഗണഭവനിലേക്ക് 8 കിലോമീറ്ററാണ് ദൂരം. 45 മിനിറ്റിനുള്ളിൽ പ്രക്ഷോഭകർ അവിടെ നിന്നെത്തും. റെക്കോർഡ് ചെയ്യാൻ പോയിട്ട് പെട്ടി പാക്ക് ചെയ്യാൻ പോലുമില്ല സമയം. രാഷ്ട്രീയ ലോകത്തെ ഏറ്റവും പ്രമുഖമായ ഒരു കുടുംബത്തിന് അധികാരം നഷ്ടപ്പെടുന്ന നിമിഷം ചരിത്രത്തിൽ രേഖപ്പെടുത്തുക ഇങ്ങനെയാവും. അതിനിടെ ചില ക്യാബിനറ്റ് അംഗങ്ങളും പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും ഇതൊന്നും അറിയാതെ പോയി. പ്രധാനമന്ത്രി തൽസ്ഥാനത്ത് തുടരും എന്നൊരു ക്യാബിനറ്റ് മന്ത്രി ചില പാശ്ചാത്യ മാധ്യമങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഹസീനയ്ക്ക് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യാനുള്ള ഹെലികോപ്റ്റർ തയ്യാറെടുക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് 3 മണിയോടെ ഇന്ത്യൻ വ്യോമസേനയുടെ റഡാറുകൾ ബംഗ്ലാദേശിൽ നിന്ന് താഴ്ന്നു പറക്കുന്ന ഒരു ഹെലികോപ്റ്റർ ശ്രദ്ധിക്കുന്നു. അതിൽ ഹസീനയുണ്ടെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇന്ത്യൻ വ്യോമപരിധിയിൽ പ്രവേശിക്കാനുള്ള അനുവാദം കൊടുത്തു.
ധാക്കയിൽ നിന്നുയർന്ന ആ ഹെലികോപ്റ്റർ അതിർത്തി കടന്ന് ഉച്ചയോടെ അഗർത്തലയിലെ ഇന്ത്യൻ വ്യോമയാന ബേസിലിറങ്ങി. പിന്നെ മറ്റൊരു സൈനിക വിമാനത്തിൽ ഡൽഹിക്കടുത്തുള്ള ഹിൻഡോൺ എയർബേസിലേക്ക്. 2 റഫാൽ ഫൈറ്റർ ജെറ്റുകൾ ഹസീനയുടെ വിമാനത്തിന് സുരക്ഷയൊരുക്കി. 5:30 സുരക്ഷിതയായി അവർ വിമാനമിറങ്ങി. അവരെ സ്വീകരിക്കാൻ ഇന്ത്യ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ എത്തിയിരുന്നു. സാമ്രാജ്യങ്ങൾ വീഴുമ്പോൾ കൊട്ടാരവാതിലുകൾ മലർക്ക തുറക്കപ്പെടും. ചക്രവർത്തി ഓടി രക്ഷപ്പെടുമ്പോൾ പ്രക്ഷോഭകാരായ പ്രജകൾ കൊട്ടാരം കൈയടക്കും. ഇന്നലെ ധാക്കയിലെ ഗണോഭവനിൽ സംഭവിച്ചത് അതാണ്. 36 ദിവസത്തെ വിദ്യാർത്ഥി സമരവും 300ഓളം മരണങ്ങൾക്കും ശേഷം ധാക്കയുടെ ആകാശത്തിലേക്ക് ഹസീനയുടെ ഹെലികോപ്റ്റർ ഉയർന്നപ്പോൾ താഴെ തെരുവുകളിൽ നിന്ന് കൂക്കുവിളികൾ ഉയർന്നിരുന്നു. അപ്പോൾ ഹസീനയുടെ ആഡംബര ഭവനത്തിലെ വിശാലമായ തീന്മേശയിലിരുന്ന് പ്രക്ഷോഭകാരികൾ പ്രധാനമന്ത്രിക്കായി തയ്യാറാക്കിയ ഉച്ചഭക്ഷണം കഴിച്ചു. അവരുടെ കട്ടിലിൽ കിടന്ന് സെൽഫി എടുത്തു. മറ്റൊരു ദിവസത്തെ വിരുന്നിനായി ഒരുക്കി നിർത്തിയിരുന്ന ആടുകളും കോഴികളുമായി സ്വന്തം വീടുകളിലേക്ക് മടങ്ങി. ফাগুনে তো রামের